അപ്പുവിനെ നെഞ്ചോട് ചേർത്ത് വാരി പുണർന്ന് പൊട്ടിക്കരയുന്ന ഗൗരിയെ നോക്കി അവൻ വിഷമത്തോടെ നിന്നു. പെട്ടെന്ന് ഗൗരിയുടെ അനിയൻ പതിയെ സംസാരിക്കാൻ തുടങ്ങി. ചേച്ചി, ഞാൻ എന്തായാലും മരിക്കും. ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്? ചേച്ചിയെ നല്ലതുപോലെ നോക്കുന്ന ഒരു പയ്യൻ ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കോണിലുണ്ടാവും. എന്നെ ഓർത്ത് ചേച്ചി വിഷമിക്കേണ്ട. എന്നെ അപ്പയും അമ്മയും നന്നായി നോക്കും. അപ്പു വിക്കി പറഞ്ഞു. അവൻ്റെ സംസാരം പതിയായതുകൊണ്ട് ഒരുപാട് സമയമെടുത്താണ് സംസാരിച്ചു തീർത്തത്. പെട്ടെന്ന് ബോഡി ഗാർഡിൽ ഒരാൾ അവൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ഇങ്ങനെ നിന്നാൽ മതിയോ? നമുക്ക് നമ്മുടെ കാര്യം ശരിയാക്കണ്ടേ? വേണം, വാ നമുക്ക് പോവാം. അവൻ അതും പറഞ്ഞ് ഇറങ്ങാൻ നേരം ഗൗരി ഒന്നുകൂടി നോക്കി. അവൾ നിസ്സഹായമായ അവസ്ഥയിൽ അനിയൻ്റെ തലയിൽ തലോടി കണ്ണുനീർ വാർക്കുകയാണ്. നിങ്ങൾ ചെല്ല്, ഞാൻ എന്താ വരുന്നു, അവൻ പറഞ്ഞു. ശരി സർ. ബോഡി ഗാർഡ് അവിടെ നിന്നും പോയി. അവൻ നേരെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്നു. പെങ്ങളെ, അവൻ വിനയത്തോടെ വിളിച്ചു. അവൾ നിറ കണ്ണുകളോടെ അവനെ നോക്കി. ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. എന്താ? അവൾ വിഷമത്തിൽ ചോദിച്ചു. നിങ്ങളുടെ അനിയൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വർമ്മ കമ്പനി ഏറ്റെടുക്കാം. എത്ര തുക വേണമെങ്കിലും ഞങ്ങൾ നൽകാം. പകരം, അവൻ പറഞ്ഞു തീരും മുന്നേ ഗൗരി ഇടയിൽ കയറി. പകരം എന്ത് വേണമെങ്കിലും ഞാൻ തരാം, എന്തും. എൻ്റെ അനിയനെ രക്ഷിച്ചു തന്നാൽ മാത്രം മതി. ഗൗരി കൈ കുപ്പിക്കൊണ്ട് അവനോട് കെഞ്ചി. പെങ്ങളെ, പറയുന്നത് മുഴുവനായി താൻ കേൾക്ക്. പിന്നീട് തന്ന വാക്ക് തെറ്റായിരുന്നു എന്ന് തോന്നരുത്. ഇല്ല, എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എൻ്റെ അപ്പുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു തന്നാൽ മാത്രം മതി. എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ബോസിന് വധുവാവണം. ആവാം. ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ പതി അവളുടെ കൈ പിടിച്ചു. ചേച്ചി, എനിക്ക് വേണ്ടി ജീവിതം നശിപ്പിക്കരുത്. ഇതുവരെ കാണാത്ത ഒരാളെ. സമയമുണ്ടല്ലോ അപ്പു, ചേച്ചി മനസ്സിലാക്കിക്കോളാം. അതാണ് പെങ്ങളെ ഇവിടെ പ്രശ്നം. സമയം തീരെയില്ല. നാളെയാണ് പെണ്ണ് കാണൽ, നാളെയാണ് വിവാഹം. അതിന് താല്പര്യമാണെങ്കിൽ ഇക്കാണുന്ന എഗ്രിമെന്റിൽ ഒന്ന് ഒപ്പുവെക്കണം. ഒപ്പുവെച്ചാൽ ഉടൻ അനിയന്റെ എല്ലാ ചിലവും വർമ്മ ഗ്രൂപ്പ് ഏറ്റെടുക്കും. പോരാത്തതിന് ഈ രോഗം എത്രയും പെട്ടെന്ന് മാറ്റാൻ കഴിവുള്ള ഡോക്ടർമാരെ വിദേശത്തു നിന്ന് കൊണ്ടുവന്ന് രോഗം മാറ്റി തരികയും ചെയ്യാം. അവൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവളുടെ മുഖത്ത് ചെറുചിരി വിരിഞ്ഞു. ചേച്ചി, വേണ്ട, നാളെ വിവാഹം, അതും ഇതുവരെ കാണാത്ത ഒരാളെ. അപ്പു വയ്യാതെയും ചേച്ചിയോട് പറഞ്ഞു. സാരമില്ല മോനെ, നിന്നേക്കാൾ വലുതല്ല ഇന്ന് ചേച്ചിക്ക് ഈ ലോകത്ത് മറ്റൊന്നും. അവൻ നീട്ടിയ എഗ്രിമെന്റ് പേപ്പറിൽ ഗൗരി സൈൻ ചെയ്തു. പെങ്ങളെ, ഇത് വായിച്ചു നോക്കിയിട്ട് മതിയെന്ന് സൈൻ ചെയ്യും മുന്നേ അവൻ പറഞ്ഞുവെങ്കിലും അവൾ അതിനൊന്നും നിന്നില്ല. സൈൻ ചെയ്ത് തീർന്നതും അവൻ തോളിലിട്ട ബാഗിൽ നിന്നും അവളുടെ കയ്യിലേക്ക് 1-2 നോട്ട് കെട്ടുകൾ നൽകി. ഇതിൽ നിന്നും എത്രയാണെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ബില്ല് അടച്ചോളൂ. തുടർന്ന് എല്ലാത്തിനും വർമാസ് ഗ്രൂപ്പ് ഉണ്ടാവും. പക്ഷെ പെങ്ങളൊന്ന് ഓർക്കണം, വിവാഹം നാളെയാണ്. അതിന് മാറ്റമൊന്നുമില്ല, എത്തിയേ പറ്റൂ. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ വന്നിരിക്കും. എൻ്റെ അനിയൻ്റെ ജീവനേക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ല. അവൾ ഒരു ശീല പോലെ നിന്നുകൊണ്ട് പറഞ്ഞു. ഹോസ്പിറ്റൽ ബില്ല് അടച്ച് അധികം വൈകാതെ അപ്പുവിൻ്റെ തുടർ ചികിത്സ തുടങ്ങി. പോരാത്തതിന് അവൻ്റെ കാര്യങ്ങൾ പ്രത്യേകം നോക്കാനായി അവൻ അവിടെ ഒരു ബോഡി ഗാർഡിനെ നിയമിച്ചു. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തില്ല എന്ന് നിൽക്കുന്ന സമയത്താണ് ഹോസ്പിറ്റൽ റൂമിൻ്റെ വാതിൽ ആരോ മുട്ടുന്നത് ഗൗരി കേട്ടത്. ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഗൗരി വാതിൽ തുറന്നു. അവൾക്ക് മുന്നിൽ ഗടാഗടിയന്മാരായ 2 സെക്യൂരിറ്റി ഗാർഡ്സ് വന്നു നിൽക്കുന്നു. അവരുടെ കയ്യിൽ അവൾക്കുള്ള വിവാഹ വസ്ത്രവും മറ്റും ഉണ്ടായിരുന്നു. വേഗം റെഡിയായി നിൽക്കണം. സിദ്ധാർത്ഥ് സാർ അവിടെ നിന്നും ഇറങ്ങിയാൽ ഉടൻ നിങ്ങളെയും കൊണ്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് പോകണം. അവൾ ചെറിയ ഭയത്തിൽ തലയാട്ടി. വാതിലടച്ച ശേഷം അവൾ അപ്പുവിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. ആരാ ചേച്ചി? അപ്പു ചോദിച്ചു. വായിൽ ട്യൂബ് ഉള്ളത് കൊണ്ട് വ്യക്തതയില്ലാത്ത സംസാരമാണ്. പക്ഷെ കൂടെ ഇരുന്ന് ഗൗരിക്ക് മനസ്സിലാവുമായിരുന്നു അത് ചേച്ചിയുടെ വിവാഹ വസ്ത്രവുമായി വന്നതാ. ചേച്ചി ശരിക്കും അപ്പോൾ വിവാഹം കഴിക്കാൻ പോവാണോ? അതേല്ലോ, ആരുമില്ലാത്ത സമയത്ത് നമ്മളെ സഹായിക്കാൻ മനസ്സ് കാണിച്ചവരെ നമ്മൾ ഒരിക്കലും ചതിക്കാൻ പാടില്ല അപ്പു. എന്നാൽ ചേച്ചി ഒരുങ്ങട്ടെ കേട്ടോ, ഒരു ചിരിയോടെ ഗൗരി പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി. പക്ഷെ അവളുടെ ഹൃദയം ഒരു ലാവ പോലെ സങ്കടം തിളച്ചു വരുന്നുണ്ടായിരുന്നു. ബാത്റൂമിൽ കയറി അവൾ ശബ്ദമുണ്ടാക്കാതെ വാപുത്തി കരഞ്ഞു. എൻ്റെ ഈശ്വര, ഇന്നലെ വരെ ഒരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാത്ത എൻ്റെ വിവാഹമാണിന്ന്. ആരാ ഭർത്താവ്, എങ്ങനെയുള്ള ആളാ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അപ്പുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം നാശത്തിലേക്കാണോ കൊണ്ടുപോകുന്നത് എന്നൊന്നും അറിയില്ല. അവളുടെ കരച്ചിൽ കൂടുകയല്ലാതെ കുറഞ്ഞതില്ല. ബാത്റൂമിൽ നിന്നും ഇറങ്ങിയ ഗൗരിയുടെ മുഖം നന്നായി കരഞ്ഞതായി കണ്ട അപ്പു ചോദിച്ചു. കരഞ്ഞല്ലേ? ഇല്ലടാ, ചേച്ചി എന്തിനാ കരയുന്നത്? അത് പറഞ്ഞു തീർന്നതും അവളുടെ ഉള്ളിലെ സങ്കടം ഒരു കടൽ പോലെ കണ്ണുനീരായി മാറി. അവൾ അപ്പുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നീ എന്നും സന്തോഷത്തിൽ ഇരുന്നാൽ മാത്രം മതി. ചേച്ചി എന്നെ എന്തിനാ ഇങ്ങനെ സ്നേഹിക്കുന്നത്? ഞാൻ മരിച്ചാലും ചേച്ചിക്ക് നല്ലൊരാളെ മനസ്സറിഞ്ഞ് വിവാഹം കഴിച്ച് ജീവിച്ചാൽ പോരെ? ഗൗരി അവൻ്റെ വായ പതിയെ തടവി. നോക്ക്, നിനക്ക് ഞാനും എനിക്ക് നീയും. നീ മരിക്കുന്ന കാര്യം പോയിട്ട് നിന്നെ ഒരു നിമിഷം വിട്ടു നിൽക്കുന്ന കാര്യം പോലും ചേച്ചിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നീ വേണ്ടാത്ത ഒന്നും ചിന്തിക്കേണ്ട. അവൾ അപ്പുവിൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ശേഷം അവിടെ ഇരുന്നു.
സിദ്ധാർത്ഥിന്റെ കോൾ വന്നതും ബോഡി ഗാർഡ്സ് ഗൗരിയെയും കൂട്ടി അവിടെ നിന്നും ഇറങ്ങി. സിദ്ധാർത്ഥ് നല്ല ഗൗരവത്തിൽ തന്നെയായിരുന്നു. അമൻ ആവട്ടെ ഇടയ്ക്ക് സിദ്ധാർത്ഥിനെ നോക്കുന്നുമുണ്ട്. എടോ മാഷേ, നീ വിവാഹം കഴിക്കാൻ അല്ലേ പോകുന്നത്, അല്ലാതെ പോരിനൊന്നുമല്ലല്ലോ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കാൻ. അവൻ നീ നിന്റെ കാര്യം നോക്കി മിണ്ടാതിരിക്കുക, അതാവും നിനക്ക് നല്ലത്. പെണ്ണിനെ കണ്ട ശേഷം മാത്രം നീ വാ തുറന്നാൽ മതി. സിദ്ധാർത്ഥ് പറഞ്ഞതിൻ്റെ പൊരുൾ അവന് മനസ്സിലായി. പെണ്ണങ്ങാനും കാണാൻ കൊള്ളില്ല എങ്കിൽ അടിച്ച് നിന്റെ ഷേപ്പ് മാറ്റുമെന്നാണ് സിദ്ധാർത്ഥ് ഉദ്ദേശിച്ചത് എന്നും അവന് മനസ്സിലായി. അവനൊന്നും മിണ്ടിയില്ല. ഇതേ സമയം ഗൗരിയെ ഒരുക്കാൻ ഒരു പാർലർ കൊണ്ടുപോയി അവിടെ കാവൽ നിൽക്കുകയാണ് സെക്യൂരിറ്റീസ്. ഏതാനും നേരം കൊണ്ട് ഒരുങ്ങിയിറങ്ങി അവളെ കണ്ട ബോഡി ഗാർഡ്സ് വരെ അന്തം വിട്ടുപോയി. ഇത്രയും ഭംഗിയുള്ളൊരു പെണ്ണ് ഒറ്റ ദിവസം കൊണ്ട് സെറ്റ് ആവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അല്ലേ? ബോഡി ഗാർഡ്സിൽ ഒരാൾ പറഞ്ഞു. ശരിയാ, കാലങ്ങളോളം പെണ്ണ് കണ്ടു കിട്ടി ഒന്ന് വീട്ടിലുണ്ട്, എടുത്ത കിണറ്റിലിടാൻ തോന്നും, മറ്റൊരാൾ പറഞ്ഞു. പെട്ടെന്ന് അവൾക്ക് മുന്നിൽ സിദ്ധാർത്ഥിന്റെ കോടികൾ വിലയുള്ള കാറ് വന്നു നിന്നു. ആ കാറിൽ നിന്നും ഡ്രൈവർ ഇറങ്ങി. കൂടെ അവനും. സിദ്ധാർത്ഥ് സീറ്റ് ചേഞ്ച് ചെയ്ത് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. പെങ്ങളെ, ഇതാണ് പെങ്ങൾക്കുള്ള വണ്ടി, കയറിക്കോ. അപ്പോൾ നിങ്ങൾ, അവൾ സംശയത്തിൽ ചോദിച്ചു. ദാ അങ്ങോട്ട് നോക്ക്. അതും പറഞ്ഞുകൊണ്ട് അവൻ പിന്നിലേക്ക് കഴിച്ചുകൊണ്ടിയതും ഒരു കൂട്ടം കാറുകൾ അവിടേക്ക് ലക്ഷ്യം വെച്ച് വരുന്നത് കണ്ടവൾ ഞെട്ടി. മാഡം കയറിയിരിക്കെ. ബോഡി ഗാർഡ്സിൽ ഒരാൾ ഫ്രണ്ട് സീറ്റിന്റെ ഡോർ തുറന്നു നൽകി. അവൾ കയറിയതും ഒരു പുരുഷൻ ശബ്ദം കാറിൽ മുഴങ്ങി. സീറ്റ് ബെൽറ്റ് ഇട. അവൾ ഭയത്തോടെ സീറ്റ് ബെൽറ്റ് ഇട്ട് അടുത്തിരിക്കുന്ന ആളെ നോക്കി. അവളുടെ കണ്ണുകൾ വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു. കോളേജിലെ മറ്റ് പെൺകുട്ടികളിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്ന ബിസിനസ് കിങ് സിദ്ധാർത്ഥ് വർമ്മയാണ് തനിക്കടുത്തുള്ളതെന്ന് കണ്ട് അവളുടെ കണ്ണുകൾ വെളിയിൽ വരുന്നത് പോലെയായി. അവൾ അവനെ തന്നെ വിശ്വസിക്കാനാവാതെ ഉറ്റുനോക്കി. എന്നാൽ സിദ്ധാർത്ഥ് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. പെട്ടെന്ന് വണ്ടി എടുത്തതും അവളൊന്ന് ഞെട്ടി. എൻ്റെ ഈശ്വര, ഇങ്ങേര് എങ്ങോട്ടാ? ഇങ്ങേര് തന്നെയല്ലേ അങ്ങേര്? അവൾ വിശ്വസിക്കാനാവാതെ നിന്നു. കയ്യിലെ ഫോൺ അവൾ മുറുക്കിക്കൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം അവർ രജിസ്റ്റർ ഓഫീസിലെത്തി. അവൾ വിശ്വസിക്കാനാവാതെ സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അമൻ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്താ മേഡം, എന്തു പറ്റി? ഇത് അവൾ ബാക്കി വരാതെ നിന്നു. ഇത് സിദ്ധാർത്ഥ് സാർ, ഇദ്ദേഹമാണ് നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്നത്. വീണ്ടും അവൾക്കത് വല്ലാത്ത ഷോക്കായി. അവളും സിദ്ധാർത്ഥിൻ്റെ ഫാനായിരുന്നു. അപ്പുവിന് അസുഖം മൂർച്ഛിച്ചതിൽ പിന്നെ എല്ലാം മറന്ന് അപ്പുവിൽ ഒതുങ്ങിയിരുന്നു. ഇദ്ദേഹത്തെ കാണാൻ കിട്ടുന്നത് ചുരുക്കം മാത്രമാണെന്ന് കോളേജ് ക്യാമ്പസ് മുഴുവൻ ഹിറ്റാണ്. കണ്ടവരായാൽ ഒരാഴ്ച കൊമ്പത്ത് കയറിയ പോലെയും. ഗൗരിക്കുള്ളിൽ സംശയങ്ങളുടെ ഒരു മല തന്നെ രൂപം കൊണ്ടു. ഗൗരി വിശ്വസിക്കാനാവാതെ സിദ്ധാർത്ഥിനെ തന്നെ നോക്കുന്നത് കണ്ട് അമൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്താ പെങ്ങളെ ഞങ്ങളുടെ ബോസിനെ ഇങ്ങനെ നോക്കുന്നത്? അല്ല ഇത്, അവൾ സംശയവും വേവലാതിയും വിട്ടുമാറാതെ ചോദിച്ചു. ഇതാണ് പെങ്ങളെ കെട്ടാൻ പോകുന്ന ആള്, കണ്ടിട്ടുണ്ടോ? അമൻ ചോദിച്ചു. ഇല്ല, കേട്ടിട്ടുണ്ട്. നല്ലത്. പിന്നെ ഈ എഗ്രിമെന്റ് മറക്കണ്ട. എന്ത്? അവൾ ഒന്നും അറിയാതെ ചോദിച്ചു. ആ ബെസ്റ്റ്. എൻ്റെ പെങ്ങളെ ഇന്നലെ തന്ന പേപ്പർ വായിച്ചു നോക്കാൻ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനി രക്ഷയില്ല. അതുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്ന പോലെ അങ്ങ് കേട്ടേക്ക്. അമൻ്റെ സംസാരം കേട്ട് ഗൗരിക്ക് ഭയമായി തുടങ്ങി. വരൂ. അവളുടെ അടുത്ത് നിന്ന് സിദ്ധാർത്ഥ് ഉറച്ച ശബ്ദത്തിൽ അവളോട് പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. അവനെ പോലെ അവൻ്റെ ശബ്ദവും ഉറച്ചതായിരുന്നു. ഗൗരി ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു. അവളെ തന്നെ ഉറ്റുനോക്കി ബോഡി ഗാർഡ്സ് നിൽക്കുന്നത് കണ്ട് അവളൊന്ന് ഭയന്നു. പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് അമൻ വന്നു. എന്താ ഗൗരി ഇത്? ചെല്ല്. നിങ്ങളുടെ പോലെ പാഴാക്കാനുള്ള ടൈമൊന്നും സിദ്ധാർത്ഥിൻ്റെ കയ്യിലില്ല. ചെല്ലാൻ നോക്ക്. അവൻ്റെ സംസാരത്തിലെ സിദ്ധാർത്ഥിനോടുള്ള ഭയവും ആദരവും നന്നായി തെളിഞ്ഞ് കാണാമായിരുന്നു. അവൾ പെട്ടെന്ന് തന്നെ സിദ്ധാർത്ഥിൻ്റെ കൂടെ അകത്തേക്ക് കയറി. ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ രജിസ്റ്റർ ബുക്കിൽ സിദ്ധാർത്ഥ് ഒപ്പുവെച്ചു. അതിനുശേഷം സിദ്ധാർത്ഥ് പേനും ഗൗരിക്ക് നേരെ വെച്ചു. അവളുടെ കൈ നന്നായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭയം അവളെ വേട്ടയാടി. എൻ്റെ ഈശ്വര, ഞാൻ എന്താ ചെയ്യണ്ടേ? ഒപ്പുവെക്കണ്ടേ? എൻ്റെ പെങ്ങളെ ഒപ്പുവെക്ക്. വെച്ചില്ലേ പിന്നെ പെങ്ങളുടെ അപ്പവും ഞാനും ഒക്കെ ഒരു കുഴിയിലാവും. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. മനസ്സിലായില്ല അല്ലേ? അപ്പുവിൻ്റെ ചികിത്സ നിർത്തുമെന്ന്. പെങ്ങളെ കൊണ്ടുവന്ന് എന്നെ കൊന്ന് കുഴിച്ചിടുമെന്ന്. പെങ്ങളെ ആലോചിക്കാൻ നിൽക്കല്ലേ, എല്ലാം പറഞ്ഞു തരാൻ ഞാനുണ്ടാവും. ഒരു പേടിയും വേണ്ട പ്ലീസ്. അത് പറഞ്ഞു തീർന്ന് അമൻ സിദ്ധാർത്ഥിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത്ര നേരമായിട്ടും അവൾ ഒപ്പുവെക്കാത്ത കണ്ട് സിദ്ധാർത്ഥ ദേഷ്യം കടിച്ചമർത്തി നിൽക്കുകയായിരുന്നു. അവൻ്റെ മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ടുള്ള ദേഷ്യം കൺട്രോൾ ചെയ്യുന്നത് കണ്ട് അമന് തന്നെ ഭയം തോന്നി. പെങ്ങളെ പ്ലീസ്. അവൾ വിറയാർന്ന കൈകൾ കൊണ്ട് പേന കയ്യിലെടുത്തുകൊണ്ട് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി. എങ്കിൽ സിദ്ധാർത്ഥ് അവളെ നോക്കുക പോലും ചെയ്യുന്നില്ലായിരുന്നു. പെട്ടെന്ന് അവളുടെ ചെവിയിൽ അപ്പുവിൻ്റെ കരച്ചിൽ മുഴങ്ങി കേട്ടു. ചേച്ചി, എനിക്ക് വേദനിക്കുന്നു. അപ്പു. അപർണ ശബ്ദം അവളെ അസ്വസ്ഥയാക്കി. എൻ്റെ അപ്പുവാണ് ഈ ലോകത്ത് ഇന്ന് എനിക്ക് കൂട്ട്. അതുകൊണ്ട് അവന് വേണ്ടി ഇതിൽ ഞാൻ ഒപ്പുവെച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയാവുകയാണ്. ഈശ്വര, എൻ്റെ അപ്പുവിനെ കാത്തോണേ. അവൾ കണ്ണുകൾ വലിച്ചു തുറന്ന് ഒപ്പിട്ടു. അല്പനേരം കൊണ്ട് എല്ലാം കഴിഞ്ഞ് സിദ്ധാർത്ഥും കൂട്ടരും ഗൗരിയും പുറത്തു വന്നു. അവളുടെ അടുത്തേക്ക് അവൻ വന്നു നിന്നു. നോക്ക് പെങ്ങളെ,
നിങ്ങളൊന്നും കൊണ്ടും ഭയപ്പെടേണ്ട, അപ്പു സേഫ് ആയിരിക്കും. അപ്പുവിൻ്റെ കൂടെ ആയെ നിർത്തിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും പെങ്ങൾക്ക് അപ്പുവിനെ കാണാനുള്ള പെർമിഷനുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് ഗൗരി ഒന്ന് അവനെ നോക്കി. ഇന്ന് എനിക്ക് അപ്പുവിൻ്റെ കൂടെ നിൽക്കാൻ ഇദ്ദേഹം സമ്മതിക്കില്ലേ? അവളുടെ ചോദ്യം കേട്ട് സിദ്ധാർത്ഥ അവളെ ഒന്ന് നോക്കി. ശേഷം കണ്ണുകൊണ്ട് അവനോട് എന്തോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അവിടെ അപ്പുവിന് ഒരു കുറവും ഉണ്ടാവില്ല. പോരാത്തതിന് നഴ്സുമാരും ആയും ഒക്കെ അപ്പുവിന് അടുത്തുണ്ട്. അതുകൊണ്ട് പെങ്ങൾ ഇപ്പോൾ സിദ്ധാർത്ഥ സാറിൻ്റെ വീട്ടിലേക്ക് പോകണം. അവൻ പറയുന്നത് കേട്ട് പിന്നെ അവനോട് സംസാരിക്കാൻ അവൾക്ക് തോന്നിയില്ല. അപ്പു ഒക്കെ ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതിയായിരുന്നു അവൾക്ക്. കാൽ കയറി സിദ്ധാർത്ഥ് പെട്ടെന്ന് തന്നെ കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി. അത് കണ്ട് ഗൗരി ചുറ്റിലുമുള്ള ബോഡി ഗാർഡ്സിനെയും അവനെയും നോക്കി. പെങ്ങളെ, നിങ്ങൾക്കുള്ള വണ്ടി ഇതാണ്, ഇതിൽ കയറിക്കോളും. അവൻ പറഞ്ഞത് കൊണ്ട് കാറിൻ്റെ ഡോറ് തുറന്നു നൽകി. കാൽ കയറി അവൾക്ക് സൈഡിൽ അമനും ഇരുന്നു. അമനാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത്. അവൾ നിറ കണ്ണുകളോടെ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ട് അവൻ അവളോട് സംസാരിക്കാൻ തുടങ്ങി. എന്താണോ പെങ്ങളെ വിഷമം? ഒന്നുമില്ല, ഞാൻ അപ്പൂനെ ഒന്ന് ഓർത്തു. പെങ്ങളെ, അപ്പു ഓക്കെയാണ്. പിന്നെ അവന് വേണ്ടി സിദ്ധാർത്ഥ ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. അവന് അവിടെ എല്ലാം ഉണ്ടാവും. ഒരു കുക്ക്, ഒരു സെർവൻറ്റ്, എല്ലാം അവനിനി ഒരു കുറവുമില്ലാതെ ആവും. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നാൽ അതോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. അവൻ പറയുന്നത് കേട്ട് ഗൗരി അത്ഭുതപ്പെട്ട അവനെ നോക്കി. ഇതൊക്കെ സാറിൻ്റെ ഏർപ്പാടാണ്. ഗൗരി ഒന്ന് മോളി. അതെ, ഗൗരി അവനെ ഒന്ന് വിളിച്ചു. എന്താ പെങ്ങളെ? എനിക്ക് ഞാൻ ഒപ്പിട്ട എഗ്രിമെൻ്റ് പേപ്പർ ഒന്ന് തരുമോ? എന്തിനാ? ഒന്ന് വായിക്കാൻ. ശരി. അവൻ ഫയലിൽ നിന്നും ആ എഗ്രിമെൻ്റ് കരാറ് ഗൗരിക്ക് നേരെ നീട്ടി. ഇനി ഇത് വായിച്ചിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എല്ലാം കഴിഞ്ഞില്ലേ? എന്നാലും നോക്കട്ടെ. അവൾ പറയുന്നത് കേട്ട് അവൻ പറഞ്ഞു, പെങ്ങളെ, കാര്യങ്ങൾ ഞാൻ വിശദമാക്കാം. അതാവും ഇതിനേക്കാൾ എളുപ്പം. ഇത് വെറുമൊരു കരാർ വിവാഹം മാത്രമാണ്. തൻ്റെ അനിയനെ രക്ഷിക്കാൻ താൻ കുറച്ചു കാലം ഭാര്യയായി അഭിനയിക്കണം. എല്ലാ അർത്ഥത്തിലും. അല്ല, ശാരീരിക ബന്ധം സിദ്ധാർത്ഥ സാർ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല. പിന്നെ സിദ്ധാർത്ഥ സാറിന് ഒരു കാമുകി ഉണ്ടായിരുന്നു. ആ പെണ്ണിന്നലെ മുതൽ കാണാനില്ല. എന്തായാലും അവളെ ഞങ്ങൾ കൊണ്ടുവന്ന് സിദ്ധാർത്ഥിൻ്റെ മുന്നിൽ കൊണ്ടിടും. അങ്ങനെ വഞ്ചിക്കുന്ന ഒന്നിനെ സിദ്ധാർത്ഥ് വെറുതെ വിടാറില്ല. അതുകൊണ്ട് തന്നെ വഞ്ചന വേണ്ട. പിന്നെ വഞ്ചിക്കാൻ കഴുത്തിന് മുകളിൽ തല കാണില്ല. ഈ അനന്യ എങ്ങനെയാ പോയത്? അതൊന്നും അറിയില്ല. അവളെ സിദ്ധാർത്ഥിന് വലിയ ഇഷ്ടമാണ്. ഇനി അവളെ തിരിച്ചു വരും വരെ ആവും നിങ്ങളുടെ ബന്ധം. ഒരു പക്ഷേ. അവൻ്റെ വാക്കുകൾ ഗൗരിയുടെ ഹൃദയത്തിൽ വല്ലാതെ തറച്ചു കയറി. സത്യത്തിൽ ഞാനൊരു എഗ്രിമെൻ്റ് ഭാര്യ മാത്രം. ഇപ്പോൾ വേണമെങ്കിലും ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ബന്ധം. അവൾ നിസ്സഹായ സ്വരത്തിൽ ചോദിച്ചു. നോക്ക് പെങ്ങളെ, അങ്ങനെയല്ല. ടൈം ഉണ്ടാവും. എങ്ങനെയെങ്കിലും ആ ഹൃദയത്തിൽ കയറി പറ്റാൻ നോക്കണം. ഈ അനന്യ സിദ്ധാർത്ഥിനെയല്ല, അവൻ്റെ കോടികൾ വരുന്ന ബാങ്ക് ബാലൻസിനെയാണ് സ്നേഹിച്ചത്. അതുകൊണ്ടല്ലേ സമയമായപ്പോൾ വിവാഹത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞു പോയത്. പെങ്ങളത് തിരുത്തണം. എങ്ങനെ? പെണ്ണിനെ പണമല്ല സ്നേഹമാണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി കൊടുക്കണം. എന്ത് ടിപ്സ് വേണമെങ്കിലും ഞാൻ പറഞ്ഞു തരാം. തുടക്കം ബുദ്ധിമുട്ടാവും. ഒന്ന് സിദ്ധാർത്ഥ അയഞ്ഞു തന്നാൽ രക്ഷപ്പെട്ടു. അവൻ അവളോട് പറഞ്ഞു. എങ്കിൽ പിന്നെ പെങ്ങളെ മാഡം എന്നൊന്നും വിളിക്കല്ലേ. എന്നെ ഗൗരി എന്ന് വിളിച്ചാൽ മതി. ഓ ആയിക്കോട്ടെ. എനിക്കും ഈ പെങ്ങളെ വിളിച്ച് ബോറായിരുന്നു. പിന്നെ എൻ്റെ അപ്പൂനെ നോക്കിക്കോണേ. അവൾ നിറഞ്ഞ കണ്ണുകളോടെ തുടച്ചുകൊണ്ട് പറഞ്ഞു. നോക്കും. ഒരാഴ്ച കൊണ്ട് അവനെ കുട്ടപ്പനാക്കി ഫ്ലാറ്റിലേക്ക് മാറ്റിയിരിക്കും. താൻ അതോർത്ത് പേടിക്കണ്ട. ഈ ബന്ധം മരണം വരെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്ക്. അതിനിടയ്ക്ക് നിങ്ങൾ അനന്യയെ കൊണ്ടുവന്നാൽ എൻ്റെ ഗൗരി, അങ്ങനെ ഞങ്ങളായിട്ട് അവളെ കൊണ്ടുവരില്ല. അവളായിട്ട് വന്നാൽ. ഗൗരിയുടെ ചോദ്യം കേട്ട് അമൻ അവളെ നോക്കി. അറിയില്ല ഗൗരി, അതെല്ലാം നിന്റെ കയ്യിലാണ്. അമന് നിസ്സഹായനായി പറഞ്ഞു. അല്പനേരം കഴിഞ്ഞതും കാർ ഒരു വലിയ വീടിൻ്റെ മുന്നിൽ നിർത്തി. അമൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എത്തി, ഇറങ്ങിക്കോ. നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾക്ക് ഈ ഗേറ്റ് വരെ പെർമിഷൻ ഉള്ളൂ. അവൾ കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തള്ളി തുറക്കാൻ നോക്കി. അമൻ ചിരിയോടെ കാറിൻ്റെ വിൻഡോ താഴ്ത്തി. മാഡം അത് അകത്തു നിന്നും സിദ്ധാർത്ഥ സാർ ഓപ്പൺ ആക്കാതെ തുറക്കില്ല, അല്ലെങ്കിൽ മാഡത്തിൻ്റെ ഫിംഗർ വെക്കണം. ഗൗരി ഒന്നും ഓർക്കാതെ അവളുടെ വിരൽ അവിടെ കണ്ട മിഷേൽ അമർത്തി. അത് കണ്ട് അവൻ പൊട്ടിച്ചിരിച്ചു. എൻ്റെ ഗൗരി, അതിന് തൻ്റെ ഫിംഗർ സെറ്റ് ചെയ്തിട്ടില്ലല്ലോ. നീക്ക് ഇപ്പോൾ സിദ്ധാർത്ഥ അകത്ത് നിന്നും ഓപ്പൺ ആക്കും. അത് പറഞ്ഞതും അവൾക്ക് മുന്നിൽ ആ ഗേറ്റ് തുറന്നു. അവൾ ചുറ്റിലും സിദ്ധാർത്ഥിനെ നോക്കി. അദ്ദേഹമല്ല ഗേറ്റ് തുറന്നതെന്ന് തോന്നുന്നു. ഇവിടെ കാണാനില്ല. ഗൗരി അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്നുമാവും ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക. താൻ ചെല്ലുക. അമനത് പറഞ്ഞുകൊണ്ട് കാർ എടുത്തുപോയി. എൻ്റെ ഈശ്വര, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇത് ശരിക്കും വീട് തന്നെയാണോ? അവൾ ചിന്തിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഒരു കൊട്ടാരം പോലെ അവൾക്ക് തോന്നി. പെട്ടെന്ന് മുകളിൽ നിന്നും ഒരു സെർവൻറ്റ് അവൾക്ക് നേരെ വന്നു. വരൂ കുഞ്ഞെ, മോളുടെ റൂം കാണിച്ചു തരാൻ സിദ്ധാർത്ഥ് സാർ പറഞ്ഞു. അവൾ ആ സെർവൻറ്റിൻ്റെ കൂടെ പോയി. സെർവൻറ്റ് ഒരു മുറി അവൾക്ക് വേണ്ടി തുറന്നു നൽകി. ആ റൂം കണ്ട് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു. അതൊരു ഷോപ്പിംഗ് മാൾ പോലെ അവൾക്ക് തോന്നി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.